ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന തേർഡ് എ സിയിലെ M1, M2, MC സീരീസ് ഇക്കണോമിക് ക്ലാസ്, തേർഡ് എ സി ഇക്കണോമിക് ക്ലാസ് എങ്ങനെയാണ് നമ്മുടെ സാധാരണ 3A 3B അതിനോട് ഡിഫറൻസ് എന്താണ് വ്യത്യാസം. അത് അകത്ത് കയറി പോകുക. അകത്ത് നമുക്ക് ഇതാണ് തേർഡ് എ സി കമ്പാർട്ട്മെൻറ്റ്. അത് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ക്ലാസ്സാണ്. ഇതൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് ഓരോ സ്പെഷ്യാലിറ്റി നമ്മളൊന്ന് അറിയാം. അതിൽ നിന്ന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പുതിയ ട്രെയിനാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇരിക്കാൻ പോകുന്ന സൈഡിലെല്ലാം നമ്മുടെ ലൈറ്റ്സ് ഉണ്ട്. നമുക്ക് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം വായിക്കാനുള്ളതാണ്. ഇത് നമുക്ക് ബോട്ടിൽസ് വെക്കാനുള്ള നമ്മുടെ ബോട്ടിൽ ഹോൾഡറുണ്ട്. ഇവിടെ മൊബൈൽ വെക്കാനുള്ളതും ചാർജ് വെക്കാനുള്ളതും. നമ്മളൊരു വെളിനാട്ടിലൊക്കെ ഉള്ള ട്രെയിനിൽ പോകുന്ന ഒരു നല്ലൊരു ഫീലിംഗ് വരും. ഇത് മറ്റേ കമ്പാർട്ട്മെൻറ്റിനെക്കാട്ടി മറ്റേ സീറ്റിനെക്കാട്ടി ഒക്കെ ശകലം ചെറുതായിരിക്കും, പക്ഷെ വളരെയധികം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ടോ, ഇതിൻ്റെ സീറ്റൊക്കെ കണ്ട് എന്തോ രസമൊന്ന് കിടക്കാൻ തന്നെ തോന്നുന്നു, കൊതിയാകുന്നു. അത് AC ഡക്റ്റുണ്ട്. അതുവഴി കണ്ടോ, എല്ലാ സീറ്റിലും ഓരോ AC ഡക്റ്റിങ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തുറക്കുകയോ ഓഫ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. കണ്ടോ, എല്ലാ സീറ്റിലും ഉണ്ട്. ഇതുകൊണ്ട് പിന്നെ അവിടെ എല്ലാത്തിനും സെപ്പറേറ്റായിട്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് എല്ലാം ഉണ്ട്. ഇതാണ് മൊബൈൽ വെക്കാനുള്ളത്. മൊബൈൽ ഹോൾഡറാണ്. ഇത് മൊബൈൽ വെക്കാനുള്ളതാണ്. ഇതുണ്ട്. ഇത് സൈഡ് അപ്പർ സൈഡ് ലോ ശകലം ചെറുതാണ്, പക്ഷേ കംഫർട്ടബിളാണ്. ഇത് ഔട്ടർ സൈഡ് ബാത്റൂമിൻ്റെ വെളിയിൽ സൈഡാണ്. നമ്മുടെ ഡോറിൻ്റെ അവിടെ നമ്മുടെ വേസ്റ്റ് ഇടാൻ വേസ്റ്റ് ബിന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഫയർ ഫൈറ്റിംഗ് എല്ലാം ഉണ്ട്. ഇവിടെ നമ്മുടെ കൈ കഴുകാൻ വേണ്ടി ന്യൂമാറ്റിക് സിസ്റ്റമാണ്. നമ്മുടെ താഴെയാണ് അതിൻ്റെ ഇഞ്ചിങ് വെക്കുന്നത്. താഴെയാണ് ഇഞ്ചിങ്. നമ്മൾ താഴെ അത് ഞെക്കുമ്പോഴാണ് പ്രസ് ആകുമ്പം 1.5 ലിറ്റർ പെർ ഇഞ്ചിങ് ആയത് വെള്ളം വരും. അത് നമ്മൾ കാറ്റുമ്പോൾ റിലീസാവും. കഴിഞ്ഞ് ബാത്റൂമിലോട്ട് പോകാം. ബാത്റൂം ഭയങ്കര ഹൈജീനിക്, ഭയങ്കര ക്ലീനാണ്. ഒരു സ്മെല്ലും ഇല്ല. നല്ലതുപോലെയാണ് ഹൈജീനിക് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് അതിൻ്റെ അകത്ത് പറഞ്ഞാൽ. ബാത്റൂമിലെ നമ്മുടെ ഉണ്ട് ഇത് നമ്മുടെ ന്യൂമാറ്റിക് ആയിട്ടുള്ള ബട്ടൺസാണ്. അത് നമ്മൾ ഫ്ലഷാണ്. 1.5 ലിറ്റർ വെള്ളം പെർ ഫ്ലഷിങ്ങിന് വേണ്ടി വെള്ളം വരും. അത് ന്യൂമാറ്റിക് ബട്ടൺ തന്നെയാണ്. കാലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ വെള്ളം വരുന്നതാണ്. പിന്നെ അതിന് വേണ്ടിയുള്ള നമ്മുടെ കൈ കഴുകാൻ വേണ്ടിയുള്ള അവിടെ ബോട്ടിൽസ് ഉണ്ട്. ക്ലീൻ ചെയ്യാനുള്ള ബോട്ടിൽസ് ഉണ്ട്. ഇവിടെ വെന്റിലേഷൻ ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള. പിന്നെ ഭയങ്കര ഇത് ഇളകി കിടക്കുവാണ്. അത് ഇളകിക്കിടന്ന് നോക്കുമായിരുന്നു അകത്തൂടെ. ഇത് ഇളകി കിടക്കുവാണ്. ഇതാണ് മൊബൈൽ വെക്കാനുള്ള ഏറ്റവും നല്ലത്. മൊബൈൽ വെക്കാൻ വേണ്ടി നമുക്ക് ബാത്റൂമിൽ പോകുമ്പോൾ മറ്റേ മൊബൈലൊന്നും എവിടെ വെക്കണ്ടെന്നുള്ള ഇത് വേണ്ട. അതിനുവേണ്ടി മൊബൈൽ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ എല്ലാം നല്ല ഹൈജീനിക്കാണ്. പിന്നെ വെളി വരുമ്പം ഈ ഇവിടുത്തെ ഡോറുണ്ടല്ലോ, സ്ലൈഡിങ് ഡോറാണ്. അത് ഓട്ടോമാറ്റിക്. നമ്മൾ ഡോർ വിടുമ്പോൾ തന്നെത്താൻ വന്ന് അടയും. ഡോറിന് മേളിൽ ഒരു TV ഉണ്ട്. ഇതിൽ TVയിൽ വെച്ച് നമുക്ക് എല്ലാം നമ്മുടെ സീറ്റും നമ്മുടെ എല്ലാം കാണാൻ പറ്റും. ബാത്റൂമിൽ ഒരു കാര്യം വിട്ടുപോയി. ബാത്റൂമിലെ ഡോറിൽ സെൻസർ വെച്ചിട്ടുണ്ട്. ഇതിൽ സെൻസർ വെച്ച് നമ്മൾ അകത്ത് എൻഗേജ് ആണോ അല്ലയോ, ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയാനും പറ്റും. അത് തന്നെ നമ്മുടെ TVയിൽ നമുക്ക് ബാത്റൂമിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ നമുക്ക് TVയിൽ നോക്കിയാലും അറിയാൻ പറ്റും. നമുക്ക് അകത്ത് ഒന്നുകൂടെ പോയി നോക്കാം. എല്ലാ സീറ്റ്സും വളരെയധികം ക്ലീനാണ്, ആണ്. AC എല്ലാം നല്ല കംഫർട്ടബിളാണ്. നമ്മളൊരു അബ്രോഡിൽ പോയി ട്രെയിനിൽ പോകുന്ന ഒരു ഫീലിങ്സ് വരുന്നുണ്ട്.
ഇത് മറ്റേ നമ്മുടെ തേർഡ് എ സി കാട്ടി ശകലം സീറ്റ് ചെറുതാണ്, പക്ഷേ നല്ലതായിട്ട് കംഫർട്ടബിളാണ്. കണ്ട് ഇത് അടുത്ത ബാത്റൂമിലോട്ടുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഇത് ചിലരൊക്കെ പെട്ടുപോകുന്ന കാര്യമാണ്. ഇതിൻ്റെ സൈഡ് അപ്പറിലെ സൈഡ് ലോവറിലെ നമ്മുടെ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് താക്കാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ കണ്ടീഷനാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലോക്കുണ്ട്, അതിൻ്റെ പുറകിലൊരു ലോക്കുണ്ട്. കാരണം ഇത് ഈ ലോക്ക് അങ്ങോട്ട് പൊക്കി അങ്ങ് വെച്ചിട്ട് ഇത് പൊക്കിയാലേ ഇത് ഉയരത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്തൊക്കെ കിടന്ന് പിടിച്ചാലും അത് വരത്തില്ല. അത് കുറച്ച് പേര് അവിടെ പ്രോബ്ലം ആയിട്ടുണ്ട്. ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. ഇതാണ് കണ്ടോ, ഈ ലോക്ക് കണ്ടോ, ഈ ലോക്ക് വെച്ചാൽ തുറക്കത്തുള്ളൂ. പിന്നെ ഈ സ്റ്റെയർ കേസാണ്. ഇത് മേളിൽ കയറാൻ വേണ്ടി ഒരു സ്റ്റെയർ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. വളരെ കംഫർട്ടബിളാണ്, കുഴപ്പമില്ല, നല്ലതാണ്. ഇത് രാത്രി നമ്മൾ ട്രെയിൻ നിന്നു. രാത്രി കൂടി ഒന്ന് കാണിച്ചേക്കാം. നമ്മുടെ ഇതാണ് നമ്മുടെ M3. നമ്മൾ M1, M2, M3 ഉണ്ട്. നമ്മൾ M3യിലായിരുന്നു കയറിയത്. ബാക്കി ഇവിടെ ഫയർ ഫൈറ്റിംഗ് ഗ്ലാസ്സൊക്കെ പൊട്ടിക്കാൻ വേണ്ടി നമ്മുടെ ഇതുണ്ട്, ചുറ്റികയുണ്ട്, ഫയർ ഫൈറ്റിങ്സ് ഉണ്ട്.